ആദ്യമായിട്ട് എനിക്ക് ക്ലൈമാക്സ് കൈയടി കിട്ടുന്നു. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? നല്ലൊരു ചിത്രം. പുതുമുഖ സംവിധായകനെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ തന്നെ അദ്ദേഹം അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ധ്യാൻ്റെ ഒരു മികച്ചൊരു ചിത്രം തന്നെയാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ്. ഗ്രാമീണം ഒരു പശ്ചാത്തലത്തിൽ ഹേസ്റ്റ് വന്നിട്ട് പിന്നെ അത് നല്ലൊരു കോമ്പിനേഷൻ, നല്ലൊരു ന്യൂവും ഓൾഡ് ടച്ചുള്ള ഞാനൊരു റോൾസ് നല്ല അങ്ങനെ പെട്ടെന്ന് ചെയ്യാത്തൊരു റോളാണ് ചെയ്തത്. ഫുൾ ടൈം ഓണായിട്ട് ബാങ്കിൽ തന്നെ ഇരുന്നൊരു അറ്റ്മോസ്ഫിയർ കണ്ടൊരു സിനിമയാണ്. കാരണം ഡാൻസ് ചേട്ടനൊക്കെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ കരച്ച് വരും, അത്ര നല്ല അഭിനയമാണ്. സീരിയസ് ആയിട്ട് കാണാൻ പറ്റുന്ന സിനിമയാണ്. കാരണം പണ്ട് അനൂപ് മേനോൻ്റെയൊക്കെ ബാങ്കിങ് അവേഴ്സ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിരുന്നു. അതിനെ കടത്തി വിട്ടുന്നൊരു സിനിമയാണ്. കാരണം ബാങ്കിൽ ജോലി എടുക്കണമെന്നൊരു താല്പര്യമുണ്ട്, ഇത്തരം ഉണ്ടാക്കിപ്പോയി സിനിമയുടെ. അപ്പോൾ അത്രയ്ക്ക് നല്ല ബ്യൂട്ടി. പിന്നെ അലക്സാണ്ടർ പ്രശാന്തൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നവീൻ്റെ ഡയറക്ടറിൻ്റെ മികച്ച ഡയറക്ഷനാണ്. പിന്നെ ക്യാമറ വർക്കാണെങ്കിലും പുതുമുഖ നായകന്മാരുടെയും എക്സ്പീരിയൻസ് ആണെങ്കിലും മികച്ചാണ്. നല്ല സിനിമ, നന്നായിട്ടുണ്ട്. എന്താ പറയുക, നമുക്ക് ഇപ്പോൾ ത്രില്ലറിലാണല്ലോ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു വെറൈറ്റി ത്രില്ലറാണ്, ഒരു ബാങ്കിങ് ആയിട്ടുള്ള സംഭവമാണ്. ഫാമിലി എൻ്റർടൈൻമെൻറ്റ് എല്ലാവരും നന്നായിട്ട് ചെയ്തു. ഒരു ലാഗില്ലാതാണ്. ഞാൻ്റെ ഒരു വെറൈറ്റി മുഖമാണ്. നന്നായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്. പിന്നെ പുതിയ ഒരു ഡയറക്ടർ ആണെങ്കിൽ പോലും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നന്നായിട്ട് മേക്കിംഗ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് സിനിമ മലയാള സിനിമയായിട്ട് മുട്ടി നിൽക്കാൻ പറ്റുന്ന സിനിമ. പിന്നെ ഉറപ്പായിട്ടും എല്ലാവരും നന്നായിട്ട് മേക്കിങ്ങിൽ എല്ലാവരും നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഒരാളെ പോലും കുറഞ്ഞ രീതിയിലല്ലാണ്ട് സിനിമ എന്താ പറയുക, ഒരു ത്രില്ലർ എന്നതിലുപരി ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് പിന്നെ ഈ കാലഘട്ടത്തൊക്കെ ഇറക്കാൻ പറ്റിയൊരു സാധനം തന്നെയാണ്. ഇപ്പോൾ 2 വർഷത്തോളം ഈ സിനിമ എടുത്തിട്ട് എങ്കിൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് എടുത്ത് തന്നെ ഈ സമയത്ത് നമുക്ക് എഫക്റ്റ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു വലിയൊരു ഇതാണ്. അത്രയും നല്ലൊരു ത്രില്ലറായിട്ട്. എന്താണ് ഇഷ്ടപ്പെട്ടത്? എനിക്ക് സ്റ്റോറി, സ്ക്രിപ്റ്റാണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയേക്കുന്ന ഇതും അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ഇതുപോലത്തെ ഒരു എന്താണ് നല്ലൊരു ബുദ്ധിജീവിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ത്രില്ലറായിട്ട് മേക്കിംഗ് ആയിട്ട് ചെയ്തേക്കാണ്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു വിജയമായിട്ട് കാണുന്നത്. നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല അടിപൊളി. ഈ സിനിമ വളരെ കഷ്ടപ്പെട്ട് നമ്മൾ കുറച്ച് പേര് കൂടി ചെയ്തൊരു സിനിമ. ശരിക്കും ഇപ്പോൾ ഈ ക്രൈം ഈ സിനിമകളൊക്കെ ധാരാളം വരുന്നത്, ആ കൂട്ടത്തിൽ കൊച്ചു പടം വളരെ പ്രതീക്ഷയോടെയാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ സിനിമ കണ്ടിട്ടുള്ള അഭിപ്രായം പൊതുവെ ഇപ്പോൾ കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് നല്ല രീതിയിലൊക്കെ പറയുന്നു. ബാക്കി ഷോസ് ആൾക്കാർ കാണട്ടെ, വളരെ പ്രതീക്ഷയിലാണ്. നവീൻ്റെ കൂടെ 2 പേരും ചേർന്നിട്ട് എഴുതിയിട്ടുള്ള സിനിമയാണ്. നവീനാണ് ഇര എന്ന സിനിമ എഴുതിയത്. നവീൻ്റെ സംവിധാന സംരംഭങ്ങളൊക്കെ ആദ്യത്തെ സിനിമയാണ്. ഷാജോൻ, പ്രശാന്ത് അവരൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പരിപാടികൾ. ബാക്കി ഇനിയിപ്പോൾ സിനിമ ജനങ്ങളിലേക്ക് എത്തിയല്ലോ, ജനങ്ങളുടെ അഭിപ്രായം പറയട്ടെ. വലിയ പ്രതീക്ഷയിലാണ് എന്ന് പറയുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യ സിനിമയാണ് കണ്ട് എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും. കാരണം നല്ല രീതിയിൽ അടിച്ചെടുക്കാൻ നവീന് സാധിച്ചു. നവീൻ, അപ്പോൾ എല്ലാവരും കാണുക. പ്രൊഡ്യൂസറുടെ സന്തോഷമാണ് അതിനകത്ത് പറയാൻ കാര്യം. താങ്ക് യു സോ മച്ച്. നല്ല ഞാൻ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. നമ്മൾ കുറേ ദിവസം വർക്ക് ചെയ്ത് നമുക്ക് ജഡ്ജ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ ഇത്രയും ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ. ഞാൻ പ്രതീക്ഷിച്ച ഒത്തിരി മേളിലാണ് സിനിമ. അത് നവീൻ്റെ ഒരു ഇതാണ്. നവീൻ അത് കഴിഞ്ഞ് നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ടും വീണ്ടും അതിൽ വർക്ക് ചെയ്ത് വീണ്ടും ചില സംഭവങ്ങൾ എക്സ്ട്രാ ഷൂട്ട് ചെയ്യുകയും അതിലിതൊന്നും നമുക്കറിയില്ലായിരുന്നു. അത് നവീൻ്റെ ഒരു എഫേർട്ടും അത് ഫസ്റ്റ് പടം അത് ഏറ്റെടുക്കണം എന്നുള്ള അതിനുവേണ്ടി അയാൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്ത് ദിനേശ് കൊല്ലപ്പള്ളി ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് പേര് പ്രശാന്തൻ്റെ ക്യാരക്ടറൊക്കെയാണ്. പ്രശാന്തൻ്റെയൊക്കെ നവീൻ്റെ നിങ്ങൾ കണ്ടാണല്ലോ. പുള്ളി മറ്റേ നവീൻ്റെ റൂംമേറ്റാണ്. അങ്ങനെ പറഞ്ഞ പുള്ളി നൈസായിട്ട് സൈഡിൽ കൂടെ കയറി ചെറിയ നായകൻ കളി കളിച്ചിട്ട് അങ്ങനെ ചെറിയൊരു സംശയം ഞങ്ങൾ കുറേ നാൾ കഷ്ടപ്പെട്ടു. പുള്ളി നൈസായിട്ട് 2 ദിവസം കൊണ്ട്. സോ എനിക്കത് വർക്കായിട്ടുണ്ടെന്നാണ് കണ്ടവരെല്ലാം അഭിപ്രായം പറയുന്നത്. ഹോപ്പ്ഫുള്ളി ഇന്ത്യയുടെ പടമാണ്. ഇത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഇമോഷണൽ മൂമെൻ്റ് കൂടിയാണ്. ഒരു ചെറിയ സിനിമ ഇത്ര നന്നായിട്ട് വരിക എന്ന് പറയുന്നത് തന്നെ വലിയ സന്തോഷം ഉണ്ടാക്കുന്നത്. നവീൻ്റെ ഹാർഡ് വർക്കാണ്. ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്നുണ്ടായൊരു സിനിമ. ആ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ഈ സബ്ജക്റ്റ്. അതെങ്ങനെ വരുന്നു, അതെങ്ങനെ ഒരു ക്രൈമിൻ്റെ ഭാഗമാകുന്നു എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്ക്രിപ്റ്റിലും വന്നിട്ടുണ്ട്, അത് ഡയറക്ഷനിലും വന്നിട്ടുണ്ട്. അപ്പോൾ ആ സന്തോഷം ആണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയ ഏറ്റവും വലിയ കാര്യം. അത്
അതൊരു ഒരു ഹിറ്റാവേണ്ട സിനിമയാണ്. ഇത് ചെറിയ സിനിമയാണെന്ന് പറഞ്ഞ് ഒരു കാണാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരു തിയേറ്ററിൽ ഒരു OTT വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കേണ്ട ഒരു സിനിമയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു നല്ല സിനിമയാണ്. പാർട്ട്നേഴ്സ് ടൈറ്റിലിന് ഒരു പർപ്പസ് ഉണ്ടാവുമല്ലോ, അത് തീർച്ചയായിട്ടും മൂവിയിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നാൾക്ക് ശേഷം എനിക്ക് തിരക്കാനൊക്കെ പറ്റിയത്. എന്തായാലും ഇനിവേ എല്ലാവരും വന്ന് കാണണം. എന്നാലാണ് ത്രില്ലർ ജോണിലുള്ളൊരു മൂവിയാണ്. അപ്പോൾ ബാക്കി എല്ലാവരും വന്ന് കണ്ട അഭിപ്രായം പറയുന്നത്. എല്ലാവരും പാട്ട് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേര് ഇവിടെ മിസ്സിങ് ആണ്, കുറച്ച് ആർട്ടിസ്റ്റുകൾ. എന്തായാലും എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. ആദ്യമായിട്ട് എനിക്ക് ക്ലൈമാക്സ് കൈയടി കിട്ടുന്നു. ഹാപ്പിയാണ്. സിനിമ ഇതൊരു മറ്റ് സിനിമകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ സിനിമയാണ്. പക്ഷേ കണ്ടവർ എൻ്റർടൈൻഡ് ആയിരുന്നു, എൻജോയ് ചെയ്തിരുന്നു എന്നൊക്കെ ലാസ്റ്റിലെ കൈയടി കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ പാർട്ട്നേഴ്സ് കാണാൻ പറ്റുന്നവരൊക്കെ ഈ സിനിമയെ പ്രോത്സാഹിപ്പിക്കുക. അടിപൊളി പടമാണ്. പൈസ വസൂൽ.